പഠിക്കുന്ന സ്ഥലത്തൊക്കെ ഈ മാമുക്കോയുടെ മകൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രിവിലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രിവിലേജ് അങ്ങനെ ഒന്നല്ല, എന്നാലും പ്രിവിലേജ് എന്ന് പറഞ്ഞത് ഒരു പരിഗണന എല്ലാവരും. താരപുത്രൻ ഒരു മീഞ്ചന്ത സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അവിടെ ഒരു തവണ ഇപ്പൊ വന്ന് ഞാൻ അറ്റൻഡൻസ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ വിളിച്ചപ്പോൾ അയാൾക്ക് അതുവരെ അറിയില്ല എങ്ങനെ ഞാൻ ആളെ മകനാന്നൊന്നും അറിയില്ല. ഉപ്പ വന്നപ്പോഴാണ് അയാൾ ഇത് അറിയണത്. അപ്പൊ ഉപ്പ വന്ന് ഒരു മാരുതി കാറുണ്ട്, അന്നൊരു 800cc കാറാ. ഉപ്പ വന്ന് പോകുമ്പോ അതിന്റെ 4 ടയറും കുട്ടികൾ കാറ്റ് വെച്ചിട്ട്. ഉപ്പ വന്നതൊരു സൈക്കിളിലാ. ഉപ്പ വന്നൊരു സൈക്കിൾ ഇങ്ങനെ കാറിന്റെ സൈഡിൽ വെച്ച് പോയതാ. അപ്പൊ പിള്ളേര് വിചാരിച്ചത് ഇപ്പൊ കാറിലാ വന്നാ. അപ്പൊ വന്ന് സൈക്കിൾ എടുത്ത് പോവുകയും ചെയ്തങ്ങനെ. അന്നൊരു സൈക്കിൾ ഓട്ടിട്ടാ നടക്കലിപ്പ. അന്ന് അങ്ങനെ ഒരു ഉപദ്രവിക്കുന്ന ഒരു മൈൻഡ് ഉണ്ടല്ലോ അന്നും. നിസാർ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നോ? ഏയ് എക്സസൈസ് 2 പ്രാവശ്യം ചെയ്തില്ല പാസ്സായത്. ഒരുപാട് പിന്നെ ഇപ്പൊ വാശി പിടിച്ച് ജയിച്ചിട്ട് നിർത്തിക്കുള്ളൂ. അപ്പൊ പിന്നെ ജയിക്കലും നിർബന്ധമായപ്പോ അങ്ങനെ ഇപ്പൊ 10ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് വേറെ ബിസിനസ് വല്ലതും ചെയ്യുന്നോ? എത്രയോ ചെയ്തു, എനിക്ക് ഓർമ്മ തന്നെ ഇല്ല. ഒരുപാട് കൊറേ ഇപ്പൊ മരിക്കുമ്പോ ബഹ്റൈനിലേന്. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം നമ്മുടെ കൂടെ വരുമ്പോൾ പുള്ളിക്കാർ ഒരിക്കലും തമാശ പറഞ്ഞിട്ടില്ല. വീട്ടിൽ വിളിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. പഠിക്കാൻ മിടുക്കനായിരുന്നോ ഇല്ലേ എന്നുള്ളത് ചോദിച്ചത്. ഞാനിപ്പോ വായിക്കൊക്കെ ചെയ്യും ഞാൻ നന്നായി. എനിക്ക് നല്ല അറിവും വിവരമൊക്കെ ഉണ്ട്, പക്ഷെ വിദ്യാഭ്യാസം കുറവാ. പക്ഷെ മാമുക്ക നന്നായിട്ട് പഠിക്കായിരുന്നു. അല്ല, ഇപ്പൊ 10ാം ക്ലാസ്സാ ലാസ്റ്റ്. അതെ, അതാണ്. പക്ഷെ എന്നാലും ക്ലാസ്സിൽ അന്ന് 10ാം ക്ലാസ് ഇപ്പൊ പഠിച്ച സ്കൂളിൽ AKG മാസ്റ്റർ MMH കോഴിക്കോട്. നമ്മള് പഴയ AKG കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ സഖാവ്. 10ാം ക്ലാസ് ഇപ്പൊ നന്നായിട്ട് എഴുതും, തമിഴ് എഴുതും വായിക്കും.